എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് പോലീസ് നടപടിയിലേക്ക് കടന്നത്? അല്ല, സമരം തുടങ്ങി കുട്ടികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് വളരെ സംഘടിതമായി വളഞ്ഞു നിൽക്കുകയായിരുന്നു. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. കാരണം സാധാരണ രീതിയിൽ പോലീസ് സമരം പോകുന്ന വശത്ത് മാത്രമാണ് ഉണ്ടാകാറ്. പക്ഷേ ഇത് പോലീസ് പുറകുവശത്ത് നിന്ന് കുട്ടികളെ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. ഞാനത് നിർദാരുണ്യം 4-5 പോലീസുകാർ ഇറന്ന് വീണ് കിടക്കുന്ന ഒരു പയ്യനെ അടിക്കുന്ന സമയത്ത് തടയുന്നതിൻ്റെ ഭാഗമായി തടഞ്ഞപ്പോൾ ഞാനടക്കം ഉണ്ടായിരുന്നവരെ അടിച്ച രംഗമാണ് ഈ കാണുന്നത്. പക്ഷേ പോലീസ് വളരെ അങ്ങേയറ്റം ക്രൂരമായി സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിരൂക്ഷമായി യാതൊരു പ്രകോപനവും ഇല്ലാതെ കുട്ടികളെ ബാരിക്കേഡ് കടക്കുകയോ അതല്ലെങ്കിൽ കുട്ടികൾ കല്ലെറിയുകയോ കുട്ടികളെ പട്ടികയിലെറിയോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തന്നെ പോലീസ് ലാത്തിചാർജ് ആരംഭിക്കുകയായിരുന്നു. ഇന്ന് 3 കുട്ടികളുടെ തല പൊട്ടി. ഞാൻ തന്നെയാണ് 2 പേരെ വണ്ടിയിൽ കയറ്റി വിട്ടത്, ആംബുലൻസിൽ കൊണ്ടുപോയി. ബാക്കി ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വനിതാ പ്രവർത്തകരെ ഫോക്കസ് ചെയ്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ നടത്തുന്ന ഒരു ശീലമില്ല, പക്ഷെ ഇന്ന് ഫോക്കസ് ചെയ്താണ് വനിതാ പ്രവർത്തകർക്കെതിരെ ഒരു ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തിയിരിക്കുന്നത്. അതെ, ഇന്ന് പോലീസ് ഏറ്റവും മോശമായ രീതിയിൽ, ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ഒരു മോബ് കൈകാര്യം ചെയ്യേണ്ടതിന് കോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു നിയതമായിട്ടുള്ള രീതിയുണ്ട്. ആ കൺവെൻഷനായിട്ടുള്ള എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്ന് പോലീസ് അടിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. കാരണം സാധാരണഗതിയിൽ പോലീസ് സമരം വരുന്നവരുടെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും മുമ്പിൽ അതിൻ്റെ എതിർവശത്താണ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. വലിയൊരു നിര പോലീസിനെ പുറകിൽ തന്നെ വിന്യസിച്ചിരുന്നു. മുമ്പിൽ നിന്നും പുറകിൽ നിന്നും വളഞ്ഞിട്ടടിക്കുമ്പോൾ ഒരു വീണുപോയൊരു പ്രവർത്തകനെ 4-5 പോലീസുകാർ ചേർന്ന് അടിക്കുമ്പോൾ ഞാൻ തടയാൻ ചെന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനടക്കം നിന്നിട്ട് എനിക്ക് നേരെയും ലാത്തിചാർജ് ആയിരുന്നു. ആ നിലയ്ക്കാണ് പോലീസ് ഇവരെ കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം മോശമായ രീതിയിൽ ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. KSU പ്രസിഡന്റ് അലോഷി അടക്കമുള്ള ഞങ്ങളുടെ പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഇപ്പോൾ മനസ്സിലാവുന്നത്. ആ നിലയിൽ അതിക്രൂരമായ ലാത്തിചാർജാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടുന്ന് കുട്ടികളെല്ലാവരെയും മാറ്റാതെ ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടികളെ 4-5 പോലീസുകാർ എന്ന് അടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇടപെട്ടത്. കാരണം വീണ് കിടക്കുന്ന ഒരു കുട്ടിയെ, വീണ് കിടക്കുന്ന ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു പോലീസ്. ആ സമയത്ത് ചെന്നതിന് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചു. തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. കാരണം ഇത് ശക്തിയായ സമരങ്ങൾക്ക് ഞങ്ങൾ മുമ്പിൽ തന്നെ നിൽക്കും.